ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 30 വെള്ളിയാഴ്ച 5ഓളം മലയാള സിനിമകൾ തിയേറ്ററിലെത്തുകയാണ്. ഇത് സംബന്ധമായ പുതിയ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒരുപറ്റം പുതുമുഖ താരനിരയുമായി വിനോദയ്ക്ക് സംവിധാനം ചെയ്യുന്ന മൂൺ വാക്ക് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ആമേൻ മൂവി, മാജിക് ഫ്രെയിംസ്, ഫയർവുഡ് ഷോസ് എന്നിവയുടെ ബാനറിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി, ലിസ്റ്റിൻ സ്റ്റീഫൻ, ജസ്നി അഹമ്മദ് എന്നിങ്ങനെ 3 പേർ ചേർന്നാണ്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനായ വിനോദ് എ, മാത്യു വർഗീസ്, സുനിൽ ഗോപാലകൃഷ്ണൻ എന്നിങ്ങനെ 3 പേർ ചേർന്നാണ്. ചിത്രത്തിൽ അനുനാഥ്, ഋഷി കൈനികര, സിദ്ധാർത്ഥ്, സുജിത്ത് പ്രഭാകർ, അർജുൻ മണിലാൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് അൻസാർ ഷാ, എഡിറ്റിംഗ് ദീപു ജോസഫ്, കിരൺ ദാസ് എന്നിങ്ങനെ 2 പേർ ചേർന്നുമാണ്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് ഈ ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. ഷാരോൺ കെ വിപിൻ സംവിധാനം ചെയ്യുന്ന ഷാമൻ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. പുതുമുഖ താരങ്ങളായ പീയൂസ് പോൾ, അതുല്യ വി, വൈശാഖ്, ദൃശ്യ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. മനീഷ് കേസിയാണ് ഈ സിനിമയുടെ തിരക്കഥ. റഫീഖ് റഹീം DOPയും എഡിറ്റിംഗ് ജെറിൻ രാജുമാണ്. സംഗീതം പകർന്നിരിക്കുന്നത് നിഖിൽ പ്രഭ. ജെ ക്ലാസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോജു പള്ളിക്കുന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. കലവൂർ രവികുമാർ തിരക്കഥ എഴുതി ഫസൽ മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന കള്ളൻ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തിൽ ശ്രീനാഥ് ഫാസിൽ, ടിനി ടോം, സുധീഷ്, കോട്ടയം നസീർ, തെസ്നി ഖാൻ, ശ്രീലക്ഷ്മി ശ്രീകുമാർ എന്നിങ്ങനെയാണ് താരങ്ങൾ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഔസേപ്പ് ബച്ചനാണ് സംഗീതം പകർന്നത്. ആൽബി ആന്റണി DOPയും മനോജ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. കൈലാഷ് നായകനായി ശ്രീജിത്ത് പൊയിൽക്കാവ് സംവിധാനം ചെയ്യുന്ന നജസ് എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. മനോജ് ഗോവിന്ദൻ, സജിത മഠത്തിൽ, അമ്പിളി ഔസേപ്പ്, കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ. നവാഗതനായ യൂജിയൻ ജോസ് ചിറമൽ സംവിധാനം ചെയ്യുന്ന സൂത്രവാക്യം എന്ന സിനിമ നാളെ മെയ് 30 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തും എന്ന അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു. ഷൈം ഡോൺ ചാക്കോ, വിൻസി അലോഷ്യസ്, ദീപക് പറമ്പോൾ എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമയുടെ റിലീസിംഗ് 100% കൺഫേം ആയിട്ടില്ല. രജൻ എസ് ബാബു തിരക്കഥ എഴുതിയ സിനിമയുടെ ഛായാഗ്രഹണം ശ്രീറാം ചന്ദ്രശേഖരനാണ്. എഡിറ്റിംഗ് നിതീഷ് KTRും സംഗീതം ജീൻ P ജോൺസനുമാണ്. ശ്രീകാന്ത് കന്ദ്രകുളയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ടോവിനോ തോമസ് നായകനായി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തിയ നരിവേട്ട എന്ന സിനിമ ഇന്ന് വ്യാഴാഴ്ചയോടെ ആദ്യ 7 ദിവസം പിന്നിട്ട് നാളെ 8ാം ദിവസമായ വെള്ളിയാഴ്ചയിലേക്കാണ് കടക്കുന്നത്. അബിൻ ജോസഫ് തിരക്കഥ എഴുതി സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, ആര്യ സലിം എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വളരെ മികച്ച ഹോളിലാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. 6ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 95 ലക്ഷം രൂപയായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കേരള കളക്ഷൻ 8,65 ലക്ഷം രൂപയായിരുന്നു. അതേസമയം ചിത്രത്തിന്റെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട 6 ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം $6,75,000 ഈ സിനിമ ആദ്യ 6 ദിവസം കൊണ്ട് വിദേശത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 6,60,00,000 രൂപ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 15,25,00,000 രൂപ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. ഇത് ചില ട്രാക്കർമാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്ന ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 15 കോടി രൂപയായിരുന്നു ഈ സിനിമ നേടിയെടുത്തിരുന്നത്. 7ാം ദിവസമായ വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 90 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 9,50,00,000 മുകളിലാണ്. 8ാം ദിവസമായ നാളെ വെള്ളിയാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 10-10.5 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതാണ്. അതേസമയം നാളെ മെയ് 30 വെള്ളിയാഴ്ച മുതൽ ഈ സിനിമയുടെ JXB ജോയി, വേടൻ എന്നിവർ ആലപിച്ച വാടാ വേട എന്ന പ്രൊമോ ഗാനം തിയേറ്ററിൽ പ്രദർശനത്തിനുണ്ടാകും എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം മോഹൻലാൽ നായകനായി തരുമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തുടരും എന്ന സിനിമ ഇന്ന് രാത്രി 12 മണിയോടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ചിത്രം 34ാം ദിവസമായ ഇന്നലെ കേരളത്തിൽ 34 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. നിലവിൽ 34 ദിവസത്തെ കേരള ഷെയറായി ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 50 കോടിക്ക് മുകളിലാണ്. നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 232 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമയിൽ നിന്ന് 98 കോടി രൂപയാണ് ഷെയറായി ലഭ്യമായിട്ടുള്ളത്. അതേസമയം 35ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 25 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.